പരിപാടി വേറൊന്നുമില്ല ഗൈസ്. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ എടുക്കാൻ പോകണം. അപ്പോൾ നമ്മളിന്ന് വേറെ എവിടെയല്ല, നമ്മുടെ എൻ്റെ സ്വന്തം വീട് ചക്കിമേട്ടിലാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ അതിമനോഹരമായ കാടുകൾ. ഇവിടുന്നൊരു പൂ കളിച്ചു ഗൈസ്, നല്ല രസമുണ്ട്. ഇതിവിടെ കുറേ ഉണ്ട്. അതൊരു ഭംഗിയില്ലേ, നമ്മൾ ഓട്ടോ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഓട്ടോയൊക്കെ കയറി കടയിൽ വന്നു ഗൈസ്. അപ്പോൾ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കൂ. ഇപ്പോഴാണ് ഗൈസ് എനിക്ക് പ്രഗ്നൻസി സിംറ്റം, കാലുവേദന ഉറങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പഠിച്ച 1 മുതൽ 10 വരെ പഠിച്ച ഞങ്ങളുടെ സ്കൂൾ ഗൈസ്. ഫുൾ മാറി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിന് മുന്നേ. വേറെ ലെവലായി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടാട്ടുപാറ സ്കൂൾ പടി. അറിയാവുന്നവരുണ്ടാവും. ഗൈസ് കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ വന്നതാ, ഇന്നിപ്പോൾ ഇല്ല. അല്ല, അന്നില്ലായിരുന്നു ഗൈസ്. ഞങ്ങളുടെ സ്കൂളിലെ നൊസ്റ്റാൾജിയ ഫീലിങ്സ് ആണ് ഗൈസ്. ഈ സാധനം, ഈ പൂവിൻ്റെ ഈ അടിയിലുള്ള ഈ സാധനം, അത് ഞാൻ നഖമായിട്ടൊക്കെ വെച്ചിട്ട് പണ്ടത്തെ കാലം അത് അതെ സ്കൂളാണ് ഗൈസ്, സ്കൂളിലെ മെമ്മറീസ്. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം ഗൈസ്. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഞാനിതൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. നമുക്ക് ബ്ലോക്കാണ് ഗൈസ് വീട്ടിലേക്ക് കയറുന്ന വഴി. നമുക്ക് സന്ധ്യ ചേച്ചിയുടെ വീഡിയോ എടുക്കാം, അതിലുണ്ട്, വേറെ വഴിയില്ല. മതിൽ കയറണം. വീട്ടിൽ വന്ന് നമ്മൾ ചായ കുടിക്കാനുള്ള പഴംപൊരി ഉണ്ടാക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി അരി അടുപ്പത്തിരുന്ന് കുറച്ച് ചില്ലറ പരിപാടികളുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വലി കേട്ടാലറിയാലോ, എൻ്റെ സൗണ്ട് ശരിയല്ല, ജലദോഷമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല ക്ഷീണം, നല്ല വയ്യായ്കയുണ്ട് ഗൈസ്. അതൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അച്ഛൻ നാളെ ജോലിക്ക് പോകണം. അപ്പോൾ നമുക്ക് അരി അടുപ്പത്തിട്ടേ പറ്റത്തുള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അത് 5-ാം മാസം ഒക്കെ ആയി, ആ ഒരു ടൈമിൽ പനി ജലദോഷമൊക്കെ വന്നാലുള്ള അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും മീൻസ് വന്നിട്ടുള്ളവർക്കറിയായിരിക്കും. അപ്പോൾ അതിൻ്റേതായ നല്ല ക്ഷീണമുണ്ട്. ഇന്ന് ഫ്രഷൊക്കെ ആയിട്ട് വേണം ബാക്കി നൈറ്റ് കഴിക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ, അതായത് കറിയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടെന്നൊക്കെ ആലോചിച്ചാണ് ഇങ്ങനെ ഇരിക്കണേ. പിന്നെ ഒരു സൈഡിൽ മടിയുണ്ട്, ഒരു സൈഡിൽ ചിലപ്പോൾ സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ സ്ഥിരം വീട്ടിൽ തന്നെ ആയിരിക്കും, നിങ്ങളുടെ അങ്ങനെ പോകാത്തൊന്നുമില്ല. ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇടണം, ആക്റ്റീവായിട്ട് ഉണ്ടാവണം എന്നൊക്കെ കരുതുന്നു. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും. പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, സ്റ്റാൻഡൊന്നും. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞ വീഡിയോ ആയിരിക്കും ഗൈസ്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നു ഗൈസ്. പിന്നെ എന്നെ കണ്ട 5 months പ്രഗ്നൻ്റ് ആണെന്ന് പറയുമല്ലോ എന്ന് കമൻറ്റ് ചെയ്യണം. ഞാനങ്ങനെ ഫുള്ള് സൈഡായി ഗൈസ്. അപ്പോൾ എന്നെ അച്ഛൻ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അച്ഛൻ കുക്ക് ചെയ്യുന്നതൊക്കെ നോക്കി ഞാനവിടെ ഇരുന്നു. എനിക്ക് കൂട്ടിന് പിന്നെ വേറെ ഒരാളോട് വന്നിരിക്കുന്നുണ്ട്, കാണിച്ചാൽ. നീ എന്നപ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന കരയടാ. ജാട ജാട കിച്ചാ കിച്ചാ കിച്ചാ. ആ, ഗുഡ് ബോയ്, ലവ് യു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിള്ളേരൊക്കെ കൂട്ടി കയറ്റി.
ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി നേരെ പോയി കിടന്നുറങ്ങാം. അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി വേറൊരു ദിവസം കാര്യമായിട്ടുള്ള ദിവസം വീഡിയോ ഇട്ട്. ബൈ.